ഏതാണ്ട് 8.5 വർഷമായി ഈ കേസ് ഇങ്ങനെ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ കേരളം കാണാത്തൊരു തരത്തിലുള്ള കേസ്. മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട 8ാം പ്രതിയാണെങ്കിൽ പോലും ഈ കേസിനെ പ്രത്യേകതയുള്ളതാക്കുന്നത് ദിലീപാണ്. മാത്രവുമല്ല, 15 പ്രതികൾ ഉള്ളിടത്തു നിന്ന് അത് 10 പ്രതികളിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ആ വഴികളെല്ലാം നമുക്കറിയാം. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ 10 പ്രതികൾ, അവരുടെ വിശദാംശങ്ങൾ, എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് ഇവർ ഈ പ്രതിസ്ഥാനങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിനു മുൻപ് കോടതിയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഈ കേസിന്റെ വഴികൾ പരിശോധിക്കുമ്പോൾ 2023 തോന്നുന്നു കീഴടങ്ങാനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നാടകീയമായിട്ടുള്ള പല രംഗങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെ പരിശോധിക്കാം നാൾ വഴികൾ? ധന്യ, 2017 ഫെബ്രുവരി മാസത്തിൽ കൊച്ചി നഗരത്തിൽ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് അന്ന് രാത്രി മുഴുവൻ ആ കാറ് കൊച്ചി നഗരത്തിൽ ഇങ്ങനെ ഈ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഓടുകയായിരുന്നു. സ്വാഭാവികമായും പിന്നീട് അടുത്ത ദിവസം പുലർച്ചെ ഈ കേസ് പുറത്തു വരുമ്പോൾ വലിയ ഞെട്ടലോടെ കേരളമാകെ ഈ വാർത്ത കേൾക്കുമ്പോൾ വലിയ പ്രതിഷേധം വിവിധ ഭാഗങ്ങളിലുണ്ടായി. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ, സംഘടന ഉൾപ്പെടെ വലിയ പ്രതിഷേധ ജ്വാല തൊട്ടടുത്ത ദിവസങ്ങളിൽ സംഘടിപ്പിച്ചു. മാത്രമല്ല, പക്ഷേ ഈ സംഭവം പരാതി വന്നതിന് ശേഷം തന്നെ പോലീസ് ഈ വാഹനത്തിന്റെ നമ്പർ ചേസ് ചെയ്യുകയും നഗരങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ കാർ സഞ്ചരിച്ചത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ പ്രതികൾ സഞ്ചരിച്ച മറ്റ് 2 വാഹനങ്ങൾ കൂടി കണ്ടെത്തി. അങ്ങനെയാണ് ആലപ്പുഴയിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ഒക്കെയായി വിവിധ പ്രതികളെ ഇങ്ങനെ ഓരോന്നോരോന്നായി വടിവാൾ സുനി അടക്കമുള്ള വിവിധ പ്രതികളെ ആദ്യം 14 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ മാപ്പ് സാക്ഷികളായി, 2 പേരെ 2 3 പേരെ കുറ്റവിമുക്തരാക്കുക. അങ്ങനെ ഇപ്പോൾ അന്തിമ പ്രതിപ്പട്ടികയിൽ 2022 പ്രതി ചേർത്ത തെളിവ് നശിപ്പിക്കലിന് വേണ്ടി 15ാം പ്രതിയാക്കി ശരത്തിനെ കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി 10 പ്രതികളാണ് നിലവിലുള്ളത്. 1ാം പ്രതി പൾസർ സുനിയാണ്. ഈ ക്രൂരമായ ബലാത്സംഗത്തിനും അതോടൊപ്പം തന്നെ മാനഭംഗത്തിനുമൊക്കെ നേതൃത്വം നൽകിയ, ഈ കൊട്ടേഷന് തന്നെ നേതൃത്വം നൽകിയ പൾസർ സുനി എന്നുള്ള നിലയ്ക്ക് പൾസർ സുനിയാണ് ഈ കേസിൽ 1ാം പ്രതി. പക്ഷെ ഗൂഢാലോചന കുറ്റമാണ് 9ാം പ്രതിയായിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ രൂപത്തിൽ നോക്കുമ്പോൾ 10 പ്രതികൾ നിലവിലുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ചാർജുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ, ശരത്തിനുൾപ്പെടെ 2022 ശരത്തിനെ 3ാമത്തെ അധികമായി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ശരത്തിന് ഈ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയ 1000 ബാർ 2022 എന്ന് പറയുന്ന ചാർജ് ഷീറ്റ്, ഇതുമായി ബന്ധപ്പെട്ട് 1000 118 ബാർ 25 17 കൂട്ടിച്ചേർക്കുകയായിരുന്നു. ആ നിലയ്ക്ക് ഇപ്പോൾ 10 പ്രതികൾ നിലവിലുണ്ട്. പ്രധാനപ്പെട്ട ചില നാൾവഴികൾ കൂടി നോക്കുകയാണെങ്കിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 2017 ഈ സംഭവം നടക്കുന്നു. 2025 ഡിസംബർ 8 കേരളം കാത്തിരുന്ന വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അന്ന് ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും മറ്റൊരു ദിവസത്തേക്ക് ശിക്ഷ വിധിക്കാൻ മാറ്റിവെക്കുകയും ചെയ്യാം. അങ്ങനെ വിചാരണ കോടതികൾ ചെയ്യാറുണ്ട്. നോക്കൂ, ഈ കേസ് വിവിധങ്ങളായ തലങ്ങളിലൂടെ, സങ്കീർണമായ നാൾവഴികളിലൂടെ കടന്നുപോയതാണ്. പ്രത്യേകിച്ച് കേരളം തന്നെ ഇപ്പോൾ വളരെ സമീപകാലത്ത് ഒരു സിനിമാ പോളിസിയുമായി, സിനിമാ നയം രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ ചർച്ചയിലാണ്. ആ ചർച്ചയിലേക്ക് വഴിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ഒരു പക്ഷേ ഈ കേസിന് ശേഷമാണ്, ഇതിനുശേഷമുണ്ടായ മറ്റു പല വളരെ വിപുലമായ പൊട്ടിത്തെറികൾക്കും സംഘടനയ്ക്കകത്ത് തന്നെ, താരസംഘടനയ്ക്കകത്ത് തന്നെ WCC എന്ന് പറയുന്ന ഒരു പുതിയ സംഘടന രൂപീകൃതമാകുന്നത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നാൾവഴികളിലേക്ക് കടന്ന ശേഷമാണ് ഇത്തരം പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അന്ന് WCC ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് തൊഴിലിടത്ത് സ്ത്രീകൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന ചില വലിയ വിഷമങ്ങളുണ്ട്, കാലാകാലങ്ങളായി അത് അഡ്രസ് ചെയ്യപ്പെടാതെ പോവുകയാണ്. ഇപ്പോഴിതാ അതൊരു പുതിയ തലത്തിലേക്ക്, ഒരു പ്രധാനപ്പെട്ട വേഷത്തിൽ അഭിനയിക്കുന്ന, വളരെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു നടി തന്നെ ക്രൂരമായ ഇത്തരം ആക്രമണം നേരിടേണ്ടി വരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇനി ഈ സംഘടന ഇങ്ങനെ മൗനം പാലിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു പുതിയ ശബ്ദം മലയാള സിനിമയിൽ രംഗപ്രവേശനം ചെയ്യുന്നു. മാത്രമല്ല, അങ്ങനെ പുതിയ തലത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ ഈ കേസിൽ ഉൾപ്പെടെ അത് സങ്കീർണമായി പോകുന്ന, ഇത്ര നീണ്ട 8 വർഷത്തോളം ഇതിന്റെ വിചാരണ നടപടികൾ പോകുന്ന അതിസങ്കീർണമായ, പ്രത്യേകിച്ച് ഈ വിചാരണയ്ക്ക് വേണ്ടി ഒരു വനിതാ ജഡ്ജി തന്നെ വേണമെന്ന് നടി തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ജില്ലാ ജഡ്ജിയായ ഹണിയം വർഗീസ്, അന്ന് അവർ വേറെ ഒരു ജഡ്ജിയായിരുന്നു, പിന്നീടാണ് ജില്ലാ ജഡ്ജിയായി പ്രൊമോഷൻ ആകുന്നത്. ഹണിയം വർഗീസിനെ ഈ കോടതിയുടെ ജില്ലയിൽ ലഭ്യമായ ഒരു വനിതാ ജഡ്ജി എന്നുള്ള നിലയ്ക്ക് ഹണിയം വർഗീസിനെ ഈ കേസിന്റെ വിചാരണയ്ക്കായി ഹൈക്കോടതി തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പല തലത്തിൽ ഈ കേസിന്റെ മെമ്മറി കാർഡ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് ശാസ്ത്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ ഒരു എവിഡൻസ് ആണ്. കാര്യം ഈ കാറിൽ വെച്ച് മാനഭംഗപ്പെടുത്തുന്നതിന്, അപമാനിക്കുന്നതിനൊപ്പം തന്നെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി എന്നതുകൂടി ഒരു ചാർജാണ് ഇതിനകത്ത്. ആ ദൃശ്യങ്ങളാണ്
ഈ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലൊടുക്കുകയാണ്. വിചാരണ കോടതിയുടെ ആദ്യം അങ്കമാലി കോടതിയിലായിരുന്നു, നെടുമ്പാശ്ശേരി പോലീസായിരുന്നു അന്ന് കേസ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഈ ഹണിയം വർഗീസിന്റെ കോടതിയിലേക്ക് ഈ കേസ് വരുന്നത്. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ 3 തവണ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഏറെ വിവാദമാണ്. അതിനെതിരെ നടി ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഒരു ദിവസം നോക്കുമ്പോൾ ഹൈക്കോടതിയിൽ നടി ആവശ്യപ്പെടുന്നു, ഈ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡ് പലതവണ പല ആളുകൾ അനധികൃതമായി പരിശോധിച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ആര് പരിശോധിച്ചു എന്നത് വളരെ വിചിത്രമായി തോന്നാം. പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് ഒരു ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജി ഹണിയം വർഗീസിനോട് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചു. അങ്ങനെ ആ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് ഫോറൻസിക് പരിശോധനയ്ക്ക് വരെ അയച്ചു. 3 തവണ ഈ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചിട്ടുണ്ട്. 3 തവണ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഹാഷ് വാല്യൂ മാറുക എന്ന് പറയുമ്പോൾ ഓരോ തവണ ദൃശ്യം കാണുമ്പോഴും ഓരോ ഹാഷ് വാല്യൂ ആയിരിക്കും. അത് 2 തവണ മാറുന്നു, 3 തവണ മാറുന്നു. അങ്ങനെ അനധികൃതമായി അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ നടി ഹൈക്കോടതിയെ സമീപിച്ചു മറ്റൊരു കാര്യം പറഞ്ഞത് SIT അന്വേഷണം ഈ മെമ്മറി കാർഡിന്റെ അനധികൃതമായ പരിശോധന സംബന്ധിച്ച് വേണമെന്നാണ്. പക്ഷേ ആ വിഷയം ഹൈക്കോടതി തള്ളുകയും ചെയ്തു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ പോയ ചില പരാമർശങ്ങളുണ്ട്. സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെടുത്തിയ അത് പ്രധാനമായ ഒരു കാര്യം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ 7-7.5 വർഷത്തോളം പൾസർ സുനി ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ്. നമുക്കറിയാം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ 17 നാടകീയമായ ആണ് പൾസർ സുനി ജയിലാവുന്നത്. അതിനുശേഷം അത്ര കാലമെടുത്തു, അതായത് അത്രയും വർഷങ്ങൾ എടുത്തപ്പോഴാണ് പൾസർ സുനിക്ക് 1 വർഷം മുമ്പ് ഈ ജാമ്യം അനുവദിക്കുന്നത്.